ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ശ്രീനഗറിലാണുള്ളത്. എന്താ ശ്രീനഗറിൽ നമ്മൾ വരമുള ഭാഗത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. കശ്മീരിന്റെ ട്രാവൽ എക്സ്പീരിയൻസുമാരെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മളെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു ഇവിടെ. എന്താ ശ്രീനഗർ ഭാഗത്ത് എന്താ ഓരോ വീട്ടിലായിരുന്നു 2 ദിവസം കഴിഞ്ഞ 2 ദിവസം ശ്രീനഗർ മൊത്തത്തിൽ കറങ്ങി. പിന്നെ അതിൻ്റെ നാളെ പേര് കൂടി പറഞ്ഞു പേരിൻ്റെ ആവശ്യമില്ല. ഓക്കെ. പിന്നെന്താ പിന്നെ പ്രത്യേകമായിട്ട് ഓരോ ഹോസ്പിറ്റാലിറ്റി ആണ്. നമ്മളെ നാട്ടിൽ പോയി ഇത്ര ഇത് കണ്ടിട്ടില്ല. പിന്നെ മൈക്ക് യൂസ് ചെയ്തില്ല അവനെ. അവന് മൈക്ക് യൂസ് ചെയ്യണോ? മോസ്റ്റ്ലി ഞങ്ങൾ അങ്ങോട്ട് പോകാനാണ് ഏരിയയാണ്. അഡ്വഞ്ചേഴ്സ് ആയതുകൊണ്ട് കുറച്ചും പോകണമെന്ന് കരുതുന്നുണ്ട്. അപ്പോ എന്താ നമ്മളിപ്പോ ഇറങ്ങിയിട്ട് എത്ര ദിവസമായി? 18-ാം തീയതി ഇറങ്ങിയേ. 18-ാം തീയതി ഇറങ്ങിയപ്പോ ഇന്ന് എത്ര 23-ാം തീയതി അങ്ങനെ നാട്ടിൽ നിന്ന് കോഴിക്കോട്ട് നിന്ന് ട്രെയിൻ കയറി എന്താ ഡൽഹിക്ക്. ഡൽഹിയിൽ ഒരു ദിവസം സ്റ്റേ അടിച്ചു. പിന്നെ നേരെ ഖത്രയ്ക്ക്. ഡൽഹിന്ന് ഖത്രയിന്ന് ഇവിടെ വരെ ട്രെയിൻ എന്താ ഖത്രയിന്ന് പിന്നെ ഇങ്ങോട്ട് എന്താ ശ്രീനഗർ. മാലിന്റെ മേലെ കൂടെ ട്രെയിൻ. അത് നല്ല വ്യൂ ആണ്. നമ്മള് വേണമെങ്കിൽ സീനറീസ് ആഡ് ചെയ്യുന്നുണ്ടല്ലേ. അതിന് എന്താ പിന്നെ ചിനാബ് ബ്രിഡ്ജിന്റെ മേലെ ലോകത്തിലെ ഏറ്റവും ഹൈറ്റ് കൂടിയ ബ്രിഡ്ജ് അത് നമ്മുടെ ഇന്ത്യയിലാണ്. പിന്നെന്താ ഫുള്ള് ചീപ്പായിട്ടുള്ള ഇതാണ് നമ്മൾ നോക്കിക്കണേ. കാരണം ഡൽഹിയിലാണെങ്കിലും ഒക്കെ നമ്മൾ അറിയുന്ന ആൾക്കാരെ വീട്ടിലാണ്. അത് എടുത്തോ ക്യാൻസൽ ഓക്കെ. ഇത് സ്റ്റോപ്പ് ചെയ്തൊന്നുമില്ലല്ലോ. എന്താ വീഡിയോ എടുക്കാൻ പറ്റുമോ? അതൊക്കെ തന്നെ ഡൽഹിയിലാണെങ്കിൽ നമ്മൾ നിന്നത് എന്ന് പറഞ്ഞാൽ അറിയുന്ന ആൾക്കാരുടെ റൂമിലായതുകൊണ്ട് തന്നെ പിന്നെ കാശ്മീരിലാണെങ്കിലും ഇപ്പൊ അവിടെ വന്ന് ശ്രീനഗറിലെത്തി ഇവിടെ തന്നെ എന്താ ഫ്രണ്ടിന്റെ വീട്ടിലിരുന്ന് ശ്രീനഗറിൽ റൈഡും മറ്റു കാര്യങ്ങളും പറയുന്നത്. ഫസ്റ്റ് ഞങ്ങൾ പോയത് മറ്റേ ഗാർഡൻ അല്ലേ, നിഷാദ് ഗാർഡൻ. നല്ല ഫോട്ടോസ് ഒക്കെ എടുക്കാൻ ബെറ്റർ ഓപ്ഷൻ തന്നെയാണ്. ഏറ്റവും ബഡ്ജറ്റ് ആയിട്ട് പോവാന്ന് പറയുമ്പോൾ ഷെയർ ടാക്സി എടുത്ത് പോകാൻ കേട്ടോ ശ്രീനഗറിന്. പിന്നെ ബഡ്ജറ്റ് ആയിട്ട് സ്റ്റേ ആവശ്യമുള്ളവർക്ക് ഗുരുഗ്രാം അല്ലേ, ഗുരുദ്വാറോ പിന്നെ അല്ല അത് പറയാം ഗുരുദ്വാര. അവിടെ സിക്കാർ സംഭവമാണ്. സ്റ്റേയും പിന്നെ 3 നേരത്തെ ഫുഡും അല്ലേ. ഒരാൾക്ക് 200 പിന്നെ ഡോർമെട്രി 200 ഉണ്ട്. പിന്നെന്താ ഇവിടുത്തെ ലോക്കലായിട്ടുള്ള ആരെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. കാരണം എല്ലാ കാര്യത്തിലും അതിൽ ഹെൽപ്പ് ചെയ്യും. ഒരു നമ്മള് എന്താണ് ശിക്കാരായിട്ട് കയറിയപ്പോഴൊക്കെ ആദ്യം ഒരു പറഞ്ഞ 2000 ഉറുപ്പിയായിരുന്നു. പിന്നെ ഇങ്ങനെ പറഞ്ഞ് നമ്മള് അറിയുന്ന ആൾ ഉണ്ടായതുകൊണ്ട് തന്നെ 100 രൂപക്ക് ഒരാൾക്ക് 100 രൂപ. പിന്നെന്താ വെതറൊക്കെ നല്ല അടിപൊളിയാണ്. ഇപ്പൊ സമ്മറാണ്. നമ്മളെ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ മെയ് ജൂൺ ജൂലൈ എന്നൊക്കെ പറയുമ്പോൾ നല്ല ചൂടുള്ള സമയമാണ്. ഇവിടെ എന്ന് പറയുമ്പോ 12 ഡിഗ്രി ഒക്കെ ആണ്. അൺഎക്സ്പെക്ടഡ് ആണ്. എന്താ വരികയെന്നൊന്നും ഉറപ്പിക്കാനൊന്നും പറ്റില്ല. ചിലപ്പോ ആ ഏരിയ മഞ്ഞ് കാണിച്ചു മഞ്ഞ ഏരിയ മഞ്ഞാണ് ഇപ്പൊ ഞങ്ങൾ പോകുന്ന മെയ് ജൂൺ ജൂലൈ പിന്നെ ഇവിടെ ചൂട് കൂടുന്നാണ് അവര് പറയുന്നത്. നാട്ടില് മഴക്കാലം. പിന്നെ നമ്മളെല്ലാ നോർമലായിട്ട് പിന്നെ ടൈം സെപ്റ്റംബർ തൊട്ടിട്ട് ഡിസംബർ വരെയുള്ള ടൈം മഞ്ഞ്. ആരും ഇതും ഒരു ബെറ്ററായിട്ട് എക്സ്പെൻസ് ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണ്. പിന്നെ നമ്മള് ടൂറിസ്റ്റ് ആണെന്നുള്ളത് പരമാവധി അവരെ ബോധിപ്പിക്കാൻ നിൽക്കരുത്. കാരണം എന്താ വെച്ചാല് ഒരു നല്ല രീതിക്ക് ചാമ്പുണ്ട്. എന്താ പ്രത്യേകിച്ച് മലയാളികളാണെന്നൊക്കെ കാണുമ്പോൾ ഒരു വിചാരം എല്ലാവരും നല്ല പൈസക്കാരാണ് എന്നുള്ള രീതിക്കാണ് അവർ ട്രീറ്റ് ചെയ്യുന്നത്. നല്ല ഫണ്ട് പറയാം ആദ്യം തന്നെ ബാർഗൈൻ ചെയ്യുക. അതേപോലെ തന്നെ അറിയുന്ന ആളുണ്ടാവുകയാണ് ഏറ്റവും ബെറ്റർ. ഇനി അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഒന്നും അറിയില്ലാന്നുണ്ടെങ്കിൽ പാക്കേജ് എടുക്കാൻ ഏറ്റവും ബെറ്റർ. നല്ല കുറഞ്ഞ രീതിയിൽ തന്നെ കിട്ടുന്ന കുറേ പാക്കേജുകളുണ്ടല്ലോ. പിന്നെന്താ ലാംഗ്വേജ് ഹിന്ദിയൊക്കെ അറിഞ്ഞാൽ നല്ലതാണ്. ഹിന്ദിയാണ് ഏറ്റവും യൂസ്ഫുൾ. കാരണം നമുക്ക് അത്യാവശ്യം ഹിന്ദി
പിന്നെ ഇംഗ്ലീഷ് ഒക്കെ കുറച്ച് ആൾക്കാർക്ക് അറിയുള്ളൂ. പിന്നെ ഇവിടെ കാശ്മീരി ലാംഗ്വേജ് ആണ്. പിന്നെ ബെറ്റർ ആയിട്ട് കയ്യിലും കാശ് ഇരുത്തുക. കയ്യില് എല്ലായിടത്തും ജീപ്പ് ഉണ്ടായിക്കാണൊന്നും ഇല്ല. അതൊക്കെ തന്നെ. പിന്നെ പറയേണ്ടത് എന്താ ഓരോരുത്തരുടെ ഗേൾസിനെ പറ്റി പറയാം. പിന്നെ ബെറ്റർ ആയിട്ട് പറയേണ്ടത് നല്ല ഗേൾസ് ഉണ്ട്. ഇവിടുന്ന് കല്യാണം കഴിക്കാൻ ഒരു ചെറിയ താല്പര്യമൊക്കെ വന്നു കൂടാന്നൊക്കെയാണ്. പോവാൻ തോന്നില്ല ഇപ്പൊ. പിന്നെ ശ്രീനഗറിൽ ടൗണിൽ മാത്രമാണ് ബസ് കാര്യങ്ങളില്ല ഗവൺമെന്റിന്റെ. അത് ചലോ ബസ് എന്ന് പറഞ്ഞ ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ മതി. ഡൗൺലോഡ് ചെയ്യാം. അത്രയൊക്കെ തന്നെ ശ്രീനഗറില്. അപ്പോ ഇനിയിപ്പോ ഞങ്ങള് എത്രാം തരം ഇപ്പൊ 23 അല്ലേ ഇറങ്ങിയിട്ട് 5 ദിവസമായി. ഇവിടെ 30-ാം തീയതിക്കാണ് തിരിച്ചു പോകാനുള്ള പ്ലാന്. അല്ല അത് പിന്നെ പറയാം. നമ്മള് ഇവിടെ എത്തിയുള്ള സെക്കൻഡ് ഡേ ആണ്. ഇനി ഞങ്ങൾ പോകാൻ കിട്ടുന്ന സ്ഥലത്തിന്റെ പേര് ഇന്ന് അവിടെ എന്താ സോപ്പൂര് ബരമുള ഭാഗത്തേക്ക് അവിടെ വേറെ ട്രക്കിങ്ങും മൗണ്ടൻ അവിടെ അപ്പൊ അവിടെ പോകാനുള്ള പ്ലാനിലാണ്. പിന്നെ ഇപ്പൊ എന്താ ഫണ്ണായിട്ട് എന്താ കാര്യത്തിൽ നടന്നത്? ബെറ്റർ ആയിട്ട് ഇയാൾക്ക് കുറെ പണികൾ കിട്ടി. അതന്നെ അവിടെ ഇവിടെ ഒന്ന് വീണിട്ടുള്ളൂ. അതല്ല ദർഗന്റെ പേര് അറിയാം. ഹസ്രത്ത് ദർഗ അവിടെ പോയ സമയത്ത് നമ്മളെ കുറച്ചു നേരം സമയം റെസ്റ്റ് എടുക്കാനൊക്കെ വേണ്ടി ഒരു 3-4 മണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്ത്. ആ സമയത്ത് എന്തായെന്ന് വെച്ചാല് ഷൂ റാക്കിൽ വെച്ചിരുന്നു. 3 ഒന്നിച്ച് തന്നെ വെച്ചിരുന്നു. പക്ഷെ ഇന്ത്യ അവിടെ വീഡിയോ എന്താ പോസ്റ്റ് ആയതെന്ന് വെച്ചാല് അവിടെ ബാക്കിലൊരു പോലീസുകാരൻ വന്നിന്ന്. മൂപ്പര് ഇങ്ങനെ വീഡിയോ എടുക്കാൻ സമ്മതിക്കുന്നുണ്ടായില്ല റെയിൽവേ സ്റ്റേഷനില്. സ്റ്റേഷൻ മാസ്റ്ററിന്റെ അപ്രൂവലൊക്കെ വേണമെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ അവിടുന്ന് വീഡിയോ നിർത്തി. ഇപ്പൊ ട്രെയിൻ പോയിക്കൊണ്ടിരിക്കാണ്. അത് വ്യൂ കാണുന്നുണ്ടോ മോനെ? ഇവിടെ ഇവിടെ ഇതില് വ്യൂ ഉണ്ടാവല്ലേ? നല്ല അത്യാവശ്യം ഒരു ഓൾഡ് ഏജ് അല്ല സോറി വിന്റേജ് ടൈപ്പ്. അപ്പൊ അത്രയൊക്കെ തന്നെ. പിന്നെന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് വിഷ്വൽസ് ആണെന്നുണ്ടെങ്കിൽ വീഡിയോന്റെ ലാസ്റ്റൊക്കെ ആഡ് ചെയ്യാം. വീഡിയോന്റെ ലാസ്റ്റക്ക് വിഷ്വൽസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാം. എന്താ ഷിക്കാര റൈഡിന്റെ പിന്നെ മറ്റേ എന്താണ് നിഷാദ് ഗാർഡന്റെ പിന്നെ എന്തായാലും എവിടെ പോയെ ദർഗയിലോ? ദർഗ പിന്നെ ഒരു ബാഡ് ഇതാണ്. എന്താ അത്രയൊക്കെ തന്നെ. അപ്പൊ പിന്നെ ദർഗയുടെ ഉള്ളിൽ നല്ല വ്യൂ ആണ് സ്ഥലം കേട്ടോ. അങ്ങനെ അത്യാവശ്യം നല്ല ഇറാനിയൻ ആർക്കിടെക്ചർ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഇതാണ്. ടോട്ടലി കാശ്മീരിലുള്ള വീടും പിന്നെ ഓരോ കൾച്ചർ എന്നൊക്കെ പറയുന്നത് തന്നെ ഒരു ഇറാൻ ടച്ചുള്ള രീതിക്കാണ്. മഞ്ഞൊക്കെ വരുമ്പോ ഷീറ്റ് ആയിട്ടുള്ള അങ്ങനത്തെ അത്രയൊക്കെ തന്നെ അല്ലേ? ഇനി ആ വിഷ്വൽസ് ആഡ് ചെയ്യല്ലേ? ഓക്കെ ഇൻഷാ അല്ലാഹ് ശരി.